താത്ത വന്ന് മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കുന്ന ഒരു ബോംബ് ഇട്ടു. ആരുടെ മുന്നിലിട്ടത്? നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്ക്. ഓരോ എടുത്ത് തിരിച്ച് താത്താന്റെ അണ്ണാക്കിനെ വിട്ടു. അയ്യോ, ആരോടാണ് ഈ വാശി? ആരോടാ? എന്നോടോ അതോ റബ്ബിനോടോ? താൻ ചെയ്ത പാപത്തിന്റെ ഫലം താൻ തന്നെ അനുഭവിക്കണം, വേറെ ആരും അനുഭവിക്കത്തില്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. കേൾക്കാൻ ആഗ്രഹമുള്ളവർ കേട്ടു, ഒഴിവാക്കി. അല്ലാത്തവർ ഇങ്ങനെ ഓരോന്ന് ചെയ്തു. അതിലൊരു പ്രശ്നവും ഇല്ല. അവരുടെ പേരൻസിന് കുഴപ്പമില്ല, അവർ വിട്ടു. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഹറാം ഈസ് ഹലാൽ. ഹറാം ഈസ് ഹറാം. അത് എത്ര വലിയ ആൾ ചെയ്താലും സിനിമ താരം ചെയ്താലും അത് ഹലാലാവൂല. അപ്പൊ തുടങ്ങല്ലേ, കേൾക്കട്ടെ എന്താണ്. ചില അമ്മായിമാരുണ്ട് ആയ കാലത്ത് സകല ഉടായ്പകളും ഹാറാമ്പർക്കും കാണിക്കും. എന്നിട്ട് കുറച്ച് പ്രായമാകുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെ ഉപദേശിക്കാൻ പറ്റും. തട്ടണം, ഡാൻസ് പഠിക്കും. ഒന്നുമല്ല ഇവിടുത്തെ കാര്യം. ഇതൊക്കെ എന്താണ്? മണി മാറ്റേഴ്സ്. ഇവർക്ക് വേണ്ടി കൈയടിക്കുന്ന ആളുകളുടെ കൈയടികൾ ഇവർ ഡോളറാക്കി മാറ്റി. കാരണം വെച്ച് പരസ്യം ചെയ്തവരെ എനിക്ക് വഞ്ചിക്കാനാവില്ല. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല. എന്നപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, അവിടെയാണോ വലുത്? കമ്പനിന്റെ വീഡിയോസ് ആണോ വലുത്? നമ്മുടെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഇവരെ പോലുള്ള വീഡിയോ കണ്ടിട്ട് വേണം നന്നാവാൻ. അതിനൊക്കെ അവരുടെ ഫാമിലി ഇല്ലേ, വീട്ടുകാരില്ലേ? സുഹൃത്തുക്കളെ, ശരിക്കും ഇവിടുത്തെ വിഷയം നമ്മുടെ മുസ്ലിം വിഭാഗക്കാരുടെ ഓണാഘോഷമാണ് കേട്ടോ. ശരിക്കും നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. നമ്മൾ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ശരിക്കും ഭയങ്കര മത സൗഹാർദ്ദപരമായിട്ടാണ് ശരിക്കും നമ്മൾ ജീവിച്ചു പോകുന്നത് തന്നെ. പക്ഷെ ഇതിനിടയിൽ ചില കീടങ്ങളുണ്ട്. ഇവർ വന്നിട്ട് നമ്മളെ തമ്മിലിങ്ങനെ അടുപ്പിക്കാനും നമ്മളെ ഭിന്നിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ച വീഡിയോയിൽ ആരാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുബീന ചേച്ചിയാണ്, മുബീന താത്ത. ഓക്കെ, ഇതിനു മുമ്പ് ഒരു ഓണാഘോഷ പരിപാടിക്ക് തട്ടമിട്ടുകൊണ്ട് ഒരു പെങ്കൊച്ച്, അതായത് ഹിജാബ് ധരിച്ചുകൊണ്ടൊരു പെങ്കൊച്ച് ഡാൻസ് കളിച്ചു. അപ്പോൾ ആ പെങ്കൊച്ചിനെതിരെ വലിയൊരു പരാമർശമായിട്ട് എത്തുകയും അതിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ഈ മുബീന. ഈ മുബീന എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പഴയ കാലം ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇതുപോലെ ആട്ടവും ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിട്ടൊക്കെ ആർത്തുല്ലസിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഈ പുള്ളിക്കാരി ശരിക്കും വേറൊരു ലൈഫിലേക്ക്, ഇതുപോലുള്ള ദൈവത്തിൽ ഒരുപാട് വിശ്വസിച്ച് എന്തെങ്കിലുമൊക്കെ കുറ്റം തെറ്റ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നവരെ ശരിക്കും കുറ്റപ്പെടുത്തി മാത്രം ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയായിട്ട് ഈ പുള്ളിക്കാരി മാറിയിരിക്കുകയാണ്. അപ്പോൾ മുസ്ലിം വിഭാഗക്കാർ ശരിക്കും ഓണം ആഘോഷിക്കരുത്, ഓണം ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഈ ഉസ്താദുമാരൊക്കെ വന്നിട്ട് അവർ ഒരു പ്രഭാഷണം പോലെ നടത്താറുണ്ട്. അത് നമ്മുടെ ഇതിൽ പറയുമ്പോൾ പ്രഭാഷണം പോലെ ആവും. അവരുടെ ഇതിനകത്ത് പ്രവാചകന്മാർ വന്ന് നിന്ന് ഓരോന്ന് പറയുന്ന പോലെ ചെയ്യാറുണ്ട്. ഓക്കെ, ശരിക്കും ഈ മുസ്ലിംസിന് മാത്രം ഓണം ആഘോഷിക്കാതിരുന്നാൽ മതി. ശരിക്കും നമ്മൾ കേരളീയരാണ്, നമ്മൾ മലയാളികളാണ്. അവിടെ ജാതിയും മതവും ഒന്നുമില്ല. ഓക്കെ, നമുക്കെല്ലാവർക്കും ഈ ഓണം എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ഒറ്റ വിശ്വാസമാണ്. മലയാളികളെല്ലാവരും ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് ഓണം. സോ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും എവിടെ നോക്കിയാലും ഇപ്പോൾ മതസൗഹാർദ്ദപരമായിട്ടുള്ള ഓരോരോ റീലുകളാണ് ശരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുബീന താത്തയെ പോലെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ശരിക്കും അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിന് ഒരു വിപത്ത് തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും കേട്ടോ. ശരിക്കും ഒന്നായിട്ട് ഒരുമിച്ച് ജീവിക്കേണ്ടടുത്ത് ഇതുപോലുള്ള ആളുകൾ വന്നിട്ട് നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമാണോ സുഹൃത്തുക്കളെ? എൻ്റെ വീഡിയോ കാണുന്നതിൽ ഒരുപാട് മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരും ഉണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കണം. മുബീന താത്തയുടെ ഈ ഒരു രീതികളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. സോ ഈ വീഡിയോയുടെ ബാക്കി നമുക്ക് കാണാം. മോളുടെ പ്രശ്നം ഞാൻ ഡോളർ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അല്ലേ? എന്നാൽ ആ പരിഭവം ഞാൻ അങ്ങോട്ട് മാറ്റിത്തരാം. യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം കൂടി ചേർന്ന് ഏകദേശം 1 മില്യൺ അൽഹംദുലില്ലാ എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ മോണിറ്റൈസ്ഡ് ചെയ്തിട്ടില്ല. $1 പോലും എനിക്ക് ഇതിന് വരുമാനമില്ല എന്നുള്ളതാണ് സത്യം. ഇനി ആർക്കെങ്കിലും അതിന് തെളിവ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണ്? പ്രൊമോഷൻ. ഡെയിലി 3ഉം 4ഉം പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ തീരുമാനിച്ചത് ഇനി മുതൽ മേക്കപ്പ് ഇടുന്നില്ല, ഒഴിവാക്കുകയാണ്. വസ്ത്രധാരണം മാറ്റി, മ്യൂസിക് ഒഴിവാക്കി, പെർഫ്യൂം ഒഴിവാക്കി, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഒഴിവാക്കി. ആരും നിർബന്ധിച്ചിട്ടല്ല കേട്ടോ, എനിക്ക് സ്വയം തോന്നി. കാരണം പ്രൊമോഷൻസ് നഷ്ടപ്പെടുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. എനിക്ക് ആ വരുമാനം വേണ്ടാന്ന് വിചാരിച്ച് തന്നെ. അതില്ലാതെ വിളിക്കുന്നവർക്ക് ഞാൻ ചെയ്തു കൊടുക്കും. ഇനി എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു? വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, ഞാൻ ഇത്രത്തോളം മാറ്റം അൽഹംദുലില്ലാ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്ക് ഞാനിങ്ങനെ കാണുന്ന റീൽസിൽ വരുന്ന ദീനിപരമായിട്ടുള്ള വീഡിയോസിനുണ്ടായിരുന്നു. അതിൽ നിന്നും കിട്ടിയ അറിവുകൾ എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായി. അതുകൊണ്ട് തന്നെ ഞാനും അത് തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എൻ്റെ പാസ്റ്റ് വീഡിയോസ് അതിൽ ഒരു കുഴപ്പമില്ല, ആകെ മേക്കപ്പും മ്യൂസിക്കും മാത്രമേ ഉള്ളൂ. മാന്യമായി വസ്ത്രവും ധരിച്ച് തട്ടവും ഇട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റ് നോക്കുമായിരിക്കും, പക്ഷേ എൻ്റെ റബ്ബ് പാസ്റ്റ് അല്ല, എൻ്റെ പ്രസൻറ്റാണ് നോക്കുന്നത്. എനിക്കത് മതി, മനസ്സിലായോ? ആർട്ടിയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പിന്നെ എൻ്റെ പൊന്നു മുബീന താത്ത, ദൈവം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്, അതിൽ വിശ്വാസം വേണം. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും അത് ഓവറാവരുത്. ഓവറായി കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മൾക്ക് അന്ധവിശ്വാസം കൂടിപ്പോകുന്ന ഒരു രീതിയിലോട്ട് മാറും. ഓക്കെ, ആവശ്യത്തിന് വിശ്വാസം വേണം. അപ്പോൾ ഇപ്പം ഇത്ത തന്നെ പറയുന്നുണ്ട്,
ഇത്തയുടെ പാസ്റ്റ് ചിലപ്പോൾ മോശമായിരിക്കും, ദൈവം ഇപ്പോൾ പ്രസന്റ് ആയിരിക്കും നോക്കുന്നതെന്ന്. ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ദൈവം പാസ്റ്റും നോക്കും പ്രസന്റും നോക്കും. ഇതെല്ലാം കൂട്ടിക്കീച്ച് വെച്ചിട്ട് ഇതിനുള്ളൊരു ശിക്ഷയോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും ഇത്തയ്ക്ക് തരാൻ പോകുന്നത്. ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, എല്ലാം ഒരു പോസിറ്റീവ് എനർജിയല്ലേ എത്തുക. എല്ലാ ദൈവങ്ങളും ഒരു പോസിറ്റീവാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നതാണെങ്കിലും പള്ളിയിൽ ആണെങ്കിലും ശരിക്കും എന്തിനാണ് നമ്മൾ പോയി നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കി നമുക്ക് അവിടെ നിന്ന് ഒരു പോസിറ്റീവ് ഫീൽ നമുക്ക് കിട്ടും. കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ, കുറച്ച് നേരം മനസ്സോർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഉള്ളിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതിന് ഒരു കുറച്ച് നാൾ മുന്നേ ഒരു കൊച്ച് ഇതുപോലെ തട്ടവിട്ടുകൊണ്ട് ഡാൻസ് കളിച്ചിട്ട് ഇത്ത എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്. ഇത്ത അതിനു മുമ്പ് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഇത്ത അതിനു മുമ്പ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും റീലുകൾ അടക്കം ഡാൻസിന്റെ വീഡിയോസ് അടക്കം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. എന്തായാലും ഇത്ത ഇപ്പോൾ ഈ പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു കോളേജുകളിലെല്ലാം മുസ്ലിം പെൺപിള്ളേർ ശരിക്കും തട്ടം ഇട്ടുകൊണ്ട് പോയി, സെറ്റ് സാരിയും തട്ടം ഇട്ടുകൊണ്ട് പോയി അറിഞ്ഞ മുറിഞ്ഞ ഡാൻസ് കളിയാണ് ശരിക്കും കാണിച്ചു കൂട്ടിയത്. എല്ലാം വിത്തയോടുള്ള ആ ഒരു പകവീട്ടലാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പകവീട്ടലാണെന്ന് പറയാൻ പറ്റുമല്ല, ശരിക്കും അതാണ് ശരി. ഓക്കെ, സോ ബാക്കിയാണ്. വീട്ടുകാരും നാട്ടുകാരും വിചാരിച്ചിട്ട് പോലും നന്നാകാത്ത ആളുകൾ ഇനി നന്നാകണം എന്നുണ്ടെങ്കിൽ റബ്ബ് തന്നെ വിചാരിക്കണം. നന്നാവട്ടെ, എനിക്കത്രയേ ഉള്ളൂ. ഓണത്തിന് ഹിജാബ് ധരിച്ച് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചതിന്റെ കാരണം ഞാനാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിലേ തെറ്റി, നിങ്ങൾക്ക് തെറ്റി. ഹറാമായിട്ടൊരു കാര്യത്തെ ഹലാലാക്കി തീർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാ ഈ കൂട്ടരില്ലേ, ഇവരാണ് കാരണം. മുസ്ലിം നാമധാരികൾ, ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന കുറേ ജന്മങ്ങൾ. 2, എക്സ് മുസ്ലിംസ്, സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത സ്വയം തോൽവികളായിട്ടുള്ള ഇവരെ ആര് മൈൻഡ് ചെയ്യുന്നു. 3, സംഘികളും ക്രിസംഘികളുമായിട്ടുള്ളവർ, ഇസ്ലാം വിരുദ്ധത തലയ്ക്ക് പിടിച്ച കുറേ എണ്ണം. 4, ഇസ്ലാം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ, എല്ലാവരും കുറ്റം പറയുന്നു, എന്നാൽ പിന്നെ റീച്ചിന് ഞാനും കൂടെ കുറ്റം പറയാമെന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങി ഷോ ഓഫ് കാണിക്കുന്ന വേറെ കുറേ എണ്ണം. ഇവരെല്ലാവരും കൂടി ഹറാമായിട്ടുള്ളൊരു കാര്യം ഹലാലാക്കാൻ വേണ്ടി മക്കളെ നിങ്ങൾ ഹിജാബിട്ട് ഡാൻസ് കളിച്ചോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുട്ടികൾ എന്ത് ചെയ്തു, അതങ്ങോട്ട് ഏറ്റെടുത്ത്. കുട്ടികൾ അത് കാട്ടിക്കൂട്ടിയത് ശരിക്കും ഇവര് പറഞ്ഞുകൊണ്ടൊന്നുമല്ല, നിങ്ങൾ കാണിച്ചു വെച്ച ഒരു പ്രവൃത്തി കൊണ്ടാണ്. നിങ്ങളൊരു പാവം പിടിച്ച പെങ്കൊച്ചിനെ ശരിക്കും സൈബർ ബുള്ളിങ്ങിന് ഇരയാക്കിയത് ശരിക്കും നിങ്ങൾ മറന്നുപോയിട്ടുണ്ടോ? ശരിക്കും നിങ്ങൾ മറന്നുപോയോ ആ ഒരു സംഭവം? നിങ്ങൾ ആ പറഞ്ഞതുകൊണ്ടും നിങ്ങൾ ആ ചെയ്ത പ്രവൃത്തിയുടെയും ഫലമായിട്ടാണ് ശരിക്കും ഇപ്പോൾ കോളേജുകളിലടക്കം പെൺകുട്ടികൾ ശരിക്കും സാരിയും തട്ടമൊക്കെ ഇട്ടിട്ട് വന്ന് ഡാൻസ് കളിച്ചത്. നിങ്ങൾ ശരിക്കും ഈ 2026 തന്നെയാണോ ഇപ്പം ജീവിക്കുന്നത്? നിങ്ങൾ ഇതിനു മുമ്പ് കറക്റ്റ് അതേ വർഷം തന്നെ ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. കാരണം നിങ്ങൾ ഭയങ്കര അപ് ടു ഡേറ്റ് ആയിരുന്നു, നിങ്ങൾ മോഡേൺ ആയിരുന്നു, ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ദൈവവിളി കിട്ടിക്കാണും. അതുകൊണ്ട് ശരിക്കും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾക്ക് പ്രാർത്ഥന നടത്തി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ദൈവത്തെ വിളിച്ചങ്ങ് പോകുന്നതല്ലേ ബെറ്റർ. ഓരോ വ്യക്തികളുടെയും സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറി ശരിക്കും അവരെ ഇതുപോലെ ഉള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് ഇരയാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനോസുഖമാണ് ശരിക്കും കിട്ടുന്നത്? എന്ത് മനോസുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങളൊന്ന് വ്യക്തമാക്കണേ. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ ഉണ്ട്. ഓക്കെ, അവർക്കൊക്കെ നിങ്ങളൊക്കെ പറയണ സുഹൃത്തുക്കൾ, ഈ മുബീന എന്ന് പറയുന്ന സ്ത്രീ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സപ്പോർട്ടാണോ അല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് പറയണം. ഓക്കെ, ദൈവത്തിൽ വിശ്വാസം വേണം, വിശ്വാസം വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അത് അതിര് കടക്കുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ നമ്മുടെ ലൈഫിനും നമുക്ക് പോലും ആപത്തായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മേ ബി ചിലപ്പോൾ അത് പോയേക്കാം. ഓക്കെ, ബാക്കി കാണാം. ഓരോന്ന് കാണിക്കുകയാണ്, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പൊന്നു മക്കളെ, സഹോദരന്മാരെ, മനുഷ്യരെ വഴിതെറ്റിക്കാനാണ് ശൈത്താനുള്ളത്. അത് സോഷ്യൽ മീഡിയയിലും ഉണ്ട്. അവരുടെ വലയിൽ ദയവേത് നിങ്ങൾ വീണു പോവരുത്. നിങ്ങളുടെ ഈമാൻ കാത്തു സൂക്ഷിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് മുസ്ലിം സ്ത്രീകൾ വ്ളോഗേഴ്സായിട്ട് നമ്മുടെ ഈ നാട്ടിലുണ്ടായിട്ട് ഞാൻ ഒരാൾ മാത്രമാണ് ധൈര്യപൂർവ്വം വന്ന് സത്യസന്ധമായിട്ട് ഹിജാബ് ധരിച്ച് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞത്. ഒരുപാട് വിമർശനം എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പേടിച്ച് ചിലപ്പം ഇത് നിർത്തിപ്പോയേനെ. പക്ഷേ ഞാൻ ഒരു തരി പോലും പതറാതെ മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ എൻ്റെ റബ്ബിൽ അത്രയും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഹിജാബ് ഇട്ടും ഇല്ലാതെയും ഡാൻസ് കളിച്ചോളൂ മക്കളെ, നിങ്ങൾ മാസാണ് എന്ന് നുണ പറഞ്ഞ് ലൈക്കും റീച്ചും വാങ്ങേണ്ട ഗതികേട് ഈ മുബീനാക്കില്ല. പെൺകുട്ടികൾ തട്ടമിട്ട് ഡാൻസ് കളിക്കുന്നത് ഹറാമാണ്. അത് ചെയ്യാൻ പാടില്ല. കാലഘട്ടം മാറിയില്ലേ, പിള്ളേരൊക്കെ വേറെ ലെവലാണ്. അവരൊക്കെ അവരുടെ വഴിക്ക് വിടും. നിങ്ങൾ ഈ ഓണം കഴിയുന്നത് വരെ ഈ ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ പരിസരത്തോട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുരു പൊട്ടും, ഇല്ലെങ്കിൽ പിള്ളേര് പൊട്ടിക്കും. കാരണം പിള്ളേർ ഇവിടെ ഓണം അടിച്ചു പൊളിച്ച് ഡാൻസ് കളിച്ച് ആഘോഷിക്കുകയാണ്. ഇതുപോലെ അവരതെടുത്ത് പോസ്റ്റ് ചെയ്യും, നിങ്ങൾ അത് കാണും, പിന്നെ അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഇന്നത്തെ തലമുറയിലെ മുസ്ലിം പെൺകുട്ടികളോട് ഡാൻസ് കളിക്കരുത്, ഓണം ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതൊന്നും കേൾക്കാൻ പോകുന്നില്ല. കാലം മാറുന്നതനുസരിച്ച് കോലം മാറുന്ന നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തറിയാം?
ഇസ്ലാം എന്താണെന്നറിയോ? ഇസ്ലാമിന്റെ ചരിത്രം എന്താണെന്നറിയോ? ഇസ്ലാമിൽ ഹിജാബിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? വായിൽ നാവുണ്ട്, കോൺഫിഡൻസ് ഉണ്ടെന്ന് കരുതി വിഡ്ഢിത്തം പറയാൻ നിൽക്കരുത്. ട്രെൻഡിനനുസരിച്ച് മാറ്റാനുള്ളതല്ല ഇസ്ലാം. അത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ ഉണ്ടാകും. അതനുസരിച്ച് ജീവിക്കുന്ന കോടാനുകോടി ജനങ്ങൾ ഈ ലോകത്തുണ്ട് മോളെ. ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഓണം സെലിബ്രേഷൻ ഉണ്ടല്ലോ, ഇതിലെവിടെ തിരുവാതിര? കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ അതിമനോഹരമായിട്ട് ഓണത്തിന് തിരുവാതിര കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതെവിടെ? ഹിജാബ് ധരിച്ച് 25, 30, 40, 50 ഗ്രൂപ്പ് ഡാൻസുകൾ നടത്തുന്ന പെൺകുട്ടികളിൽ എല്ലാവരും മുസ്ലിംസ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ? പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് മതം പറയരുതെന്ന് പറയാൻ നിങ്ങളാരാ? സോഷ്യൽ മീഡിയ നിങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടിയാണോ? അതെ, സംസാരിക്കാൻ കഴിവുണ്ട്, കുറച്ച് കോൺഫിഡൻസ് ഉണ്ടെന്ന് കരുതി മറ്റാർക്കും ശരിക്കും ഈ സ്ത്രീയൊക്കെ ശരിക്കും നമ്മുടെ നാടിന് തന്നെ ആപത്താണ്. ഓക്കെ, ഈ മനുഷ്യൻ്റെ മനസ്സിൽ, നോർമലുള്ള ഓരോ വ്യക്തികളുടെ മനസ്സിൽ ഈ മതം എന്ന് പറയുന്ന സാധനം ശരിക്കും കുത്തിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മുബീന എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടപ്പോൾ തോന്നിയത്. ഓവർ വിശ്വാസം, ഓവർ ട്രസ്റ്റ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു നോർമലുള്ള ഒരു വ്യക്തിയുടെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിനോടൊക്കെ ശരിക്കും എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഞാനിതിനോട് യോജിക്കത്തുമില്ല സുഹൃത്തുക്കളെ. ഞാൻ ഈ ജാതിയും മതത്തിലും ഒന്നും അധികം വിശ്വസിക്കുന്ന വ്യക്തിയൊന്നുമല്ല. നമ്മൾ വളർന്നു വന്നൊരു കൾച്ചറുണ്ട്. ആ ഒരു കൾച്ചർ അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് മാത്രം. ദൈവം എന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഒരു പോസിറ്റീവ് എനർജിയാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ, ഈ സ്ത്രീ പറയുന്ന പോലുള്ള വിഡ്ഢിത്തരങ്ങളൊന്നും നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ കയറ്റി വെക്കാതിരിക്കുക. ഓക്കെ, എന്തായാലും പണ്ട് അതായത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരുപാട് ഈ മതത്തിലും ഒക്കെ വിശ്വസിക്കുന്ന വ്യക്തികൾ കാണും. അവരെ പോലെയാണ് ശരിക്കും ഈ സ്ത്രീ ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം കാലം മാറി, കോലം മാറി. നമ്മൾ മലയാളികളും ആളുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ്. ശരിക്കും ഈ അങ്ങ് നോർത്തിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കടന്ന് ഭയങ്കര അസൂയാണ്. കാരണം ഇവിടെ ഒരു ഭിന്നതയോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരു ഫാമിലി പോലെ, നല്ലൊരു കൂട്ടുകുടുംബം പോലെയൊക്കെയാണ് ശരിക്കും ജീവിച്ചു പോകുന്നത് നമ്മൾ. ഓക്കെ, അതിനിടയിൽ ശരിക്കും ഇതുപോലുള്ള ചില കൃമി കീടങ്ങൾ വന്നു പെടുന്നതാണ് ശരിക്കും നമുക്ക് പ്രശ്നമായിട്ട് മാറുന്നത്. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഒരു ഉസ്താദ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പുള്ളിക്കാരൻ്റെ വീഡിയോ ഉണ്ട്. അൻസാരി ഉസ്താദ് എന്നാണ് കാണുന്ന പുള്ളിയുടെ പേര്. പക്ഷെ പുള്ളിക്കാരൻ്റെ ഓണം ആഘോഷിക്കുന്ന ഒരു വീഡിയോ സുഹൃത്തുക്കളെ ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ മുബിത്താത്തയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ബൈ. അപ്പോൾ നമുക്ക് ഇനി അൻസാരി ഉസ്താദിന്റെ ഒരു അടിപൊളി ഓണാഘോഷം ജസ്റ്റ് ഒന്ന് കണ്ടോ കേട്ടോ. എൻ്റെ കൂട്ടുകാരൻ അപ്പു അവനെനിക്ക് ഓണമായിട്ട് എടുത്തു തന്നെയാ ഷർട്ട്. പെരുന്നാളിന് അവന് ഞാൻ എടുത്തു കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വലിയ സന്തോഷം. എല്ലാവരും കളറാകട്ടെ. ഏവർക്കും എന്റെയും കുടുംബത്തിന്റെ ഒരു അടിപൊളി. ഏതെങ്കിലും ഒരു പുരാണത്തിലോ ഇതിഹാസത്തിലോ മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്നതിനൊരു തെളിവാണ്. അത് ഏത് പുരാണാലും ഇതിഹാസമാകാം. ഏതെങ്കിലും ഒരു പുരാണത്തിലോ ഇതിഹാസത്തിലോ മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്നതിനൊരു തെളിവാണ് ഞാൻ ചോദിച്ചത്. കാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് പാടി എന്നെ തേച്ച്, ആ പാട്ടും പാടി നടന്ന് എന്നെ തേച്ച്. ഇപ്പൊ മാവേലി ആരുമല്ല. പിന്നെ പുരാണത്തിൽ പറയുന്നു മഹാബലി കേരളം ഭരിച്ചിട്ടുണ്ട്. കാരണം മഹാബലി എത്ര നല്ല ഭരണാധികാരിയാണെങ്കിലും നമ്മളെ ഭരിക്കേണ്ടത് നമ്മൾ. ഒരാശംസയും പറയുന്നില്ല, പോയി കയ്യിൽ പോയി. ഇപ്പോൾ ശ്രീകൃഷ്ണനെയും കംസനെയും, കൃഷ്ണൻ കീഴാളന്റെ ആളും കംസൻ സവർണന്റെ ആളും ഒക്കെ അമ്മാനും വരുവാ. നമ്മുടെ മക്കളെന്റെ പ്രിയപ്പെട്ടവരെ ആഘോഷത്തിന് പോകുമ്പോ ഓണമെന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പാടില്ല. ഹൈന്ദവരെ സ്നേഹിക്കേണ്ടതാ, ക്രൈസ്തവരെ ബഹുമാനിക്കേണ്ടതാ, മറ്റുള്ള മതക്കാരെ ബഹുമാനിക്കേണ്ടതാ. എന്നാൽ ആദർശം വിട്ടുകളിക്കാനോ പാടില്ല. ആദർശം എന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുകളിക്കാനോ പാടില്ലോ. നിന്റെ മക്കളുണ്ടല്ലോ ആഘോഷങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ തെരുവിലേക്ക് കടന്നു പോകുമ്പോ നമ്മളുണ്ടല്ലോ നമ്മുടെ മക്കളെ എന്റെ പ്രിയപ്പെട്ടവരെ തടഞ്ഞു നിർത്തേണ്ടതാണ്. നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ ഏകദേശം ഒരു 3 കൊല്ലം മുമ്പ് മലപ്പുറം ജില്ലയില് ശരിക്കും ഈ ഉസ്താദ് ശരിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നടത്തിയ ഒരു പ്രവചനമാണ് നിങ്ങൾ കേട്ടത്. ഓക്കെ, ഒരു പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. അതിൽ അദ്ദേഹം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഖേദിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അദ്ദേഹം ഇപ്പോൾ പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളോട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടോ. തൃശ്ശൂർ ബോർഡറായിട്ട് ഒരു സ്ഥലത്ത് പ്രസംഗിച്ച പ്രസംഗമാണ്. ഏകദേശം ആ ഒരു സമയം എന്ന് പറയുന്നത് ഓണം ആഘോഷിക്കുന്ന ഒരു സമയം തന്നെയാണ്. ആ ഒരു സമയത്ത് പ്രസംഗത്തിന് പോയ സമയത്ത് അവിടുത്തെ സംഘാടകർ പറഞ്ഞു, ഇതുപോലെ ഉസ്താദെ നമ്മുടെ നാട്ടിൽ ഓണാഘോഷവും മറ്റൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇസ്ലാം മത വിശ്വാസികളോട് അതിൻ്റെ ആ ഒരു
ഓണം ആഘോഷത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ നമ്മുടെ പെൺകുട്ടികൾ ഡ്രസ്സ് ധരിച്ച് ചാടാൻ പോകുന്നതും തുള്ളാൻ പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയണമെന്ന് ഒരു 3 കൊല്ലം മുമ്പത്തെ പ്രസംഗത്തിൽ അവിടുത്തെ സംഘാടകർ പറഞ്ഞത് പ്രകാരം പ്രസംഗിച്ച പ്രസംഗമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 2 ആഴ്ച മുമ്പ് ഈ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളിത് എഡിറ്റ് ചെയ്യുകയും സ്വാഭാവികമായിട്ടും മുസ്ലിം വിശ്വാസികളോട് ഇതിനെ പറ്റിയിട്ട് ഒരു കണ്ടൻറ്റ് ആ ഒരു 3 കൊല്ലം മുമ്പത്തെ കണ്ടൻറ്റ് എന്ത് ചെയ്തു അപ്ലോഡ് ചെയ്യുകയുണ്ടായി. പക്ഷേ അതിൻ്റെ പുറമെ നമ്മുടെ നാട്ടിലുള്ള ബ്ലോഗർമാരും മറ്റ് ഇൻഫ്ലുവൻസർമാരെല്ലാം ആ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡോ മാത്രം കട്ട് ചെയ്തിട്ട് അതൊരു വർഗീയതയിലേക്ക് കടത്തുന്ന രീതിയിലേക്ക് അതിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടുപോകണം. അപ്പോൾ എനിക്ക് ആദ്യമായും അവസാനമായും പറയാനുള്ളത് അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇസ്ലാം മത വിശ്വാസികളോടാണ് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഓണം ആഘോഷിക്കരുതെന്ന് ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞതുകൊണ്ട് അതിലുദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല അതൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ എൻ്റെ സ്വദേശം ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ പുന്നപ്ര എന്ന് പറയുന്ന സ്വദേശമാണ്. ഞാൻ ഏകദേശം എൻ്റെ ചെറുപ്പത്തിൽ ഒരു 10-12 വയസ്സ് വരെ ഞാൻ ജീവിച്ചത് എൻ്റെ വീടിൻ്റെ തൊട്ട് അയൽവക്കം ഒരു ഹൈന്ദവ സഹോദരിയാണ്. ഞാൻ അവരുടെ വീട്ടിലാണ് ഏകദേശം ഒരു 12 വയസ്സ് വരെ ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ടുണ്ടായത്. ഞാൻ ഇപ്പോഴും അവരെ അമ്മയെന്നാണ് വിളിക്കുക, അച്ഛ എന്നാണ് ഞാൻ അവരെ വിളിക്കുക. ഞങ്ങൾ പരസ്പരം അത്രത്തോളം ബന്ധമുള്ളവരാണ് ഹൈന്ദവ സഹോദരങ്ങളായിട്ട്. ഞാൻ ആ ഒരു വീഡിയോയിൽ പ്രസക്തമായിട്ട് ഞാൻ ഏറ്റവും അടിവരയിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് തട്ടം ധരിച്ചുകൊണ്ട് ഡാൻസ് കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിലവിളക്ക് കൊളുത്താൻ പാടില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സ്കൂൾ കോളേജുകളിൽ അത്തപ്പൂക്കള മത്സരങ്ങൾ അതും ഇതൊക്കെ നടക്കുമ്പോൾ സെറ്റ് സാരി എടുത്തുകൊണ്ട് അവരുടെ ശരീരം മറക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഇതാണ് ആ ഒരു പ്രസംഗത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. പക്ഷേ ചില ആളുകൾ അത് ഒരു ഒടിച്ചു മടക്കിയിട്ട് ആഷിഖ് എന്ന് പറയുന്ന പ്രഭാഷകൻ വർഗീയത തുപ്പി എന്ന് പറഞ്ഞ രീതിയിൽ അതാക്കി തീർക്കുന്നത് എന്നതിന് ശ്രമമെന്നറിയില്ല. ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയുടെ എൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഭീഷണി വരെ വരുന്നുണ്ട്. ഇത് നമ്മുടെ തൊട്ട അയൽവാസി ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹം വന്ന് നമ്മളെ ഒരു രമേശ് എന്ന് പറയുന്ന സഹോദരനാണ്, അല്ലെങ്കിൽ സുനിൽ എന്ന് പറയുന്നൊരു സഹോദരനാണ്. അവർ വന്നിട്ട് നമ്മളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയും നമ്മൾ പോയി ഓണസദ്യ കഴിക്കുന്നതിന് ഇസ്ലാം യാതൊരുവിധ തടസ്സവും പറയുന്നില്ല. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തൊരു ചേച്ചി വന്നിട്ട്, ഇപ്പോൾ എൻ്റെ ഉമ്മ ഷൈമ എന്ന് പറയുന്ന സഹോദരി, എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്നിട്ട് എൻ്റെ ഉമ്മാനോട് പറയാം, ഷൈമ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം, ഓണസദ്യ ഉണ്ടാക്കണം, ആളില്ല, ഒന്ന് കൂടെ വരുമെന്ന് ചോദിച്ചാൽ അതിൽ പോയി പങ്കെടുക്കണമുണ്ട്. ഇസ്ലാമിൽ യാതൊരുവിധ കുഴപ്പമില്ല. അതിനു പുറമെ നമ്മൾ സെറ്റ് സാരി എടുത്ത് അല്ലെങ്കിൽ തലമറക്കാതെ അല്ലെങ്കിൽ മഫ്ത് ഇട്ട് തന്നെ ഡാൻസ് കളിക്കാൻ പോവുകയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇസ്ലാം പറയാത്ത കാര്യങ്ങളിലേക്ക് പോവുകയും അതിനെതിരെയാണ് ഈ ഒരു പ്രസംഗത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ശരിക്കും നമ്മൾ ഈ ആഘോഷങ്ങൾക്കുള്ള സമയത്തൊക്കെ ശരിക്കും ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഈ ഓണം ആഘോഷിക്കുന്ന സമയത്ത് ശരിക്കും സെറ്റ് സാരി കൊടുത്ത് തട്ടമിട്ട് സെറ്റ് സാരി കൊടുത്ത് നടക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. ശരീരം മറച്ചു വേണം നടക്കാൻ തന്നെ. ശരിക്കും ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് ശരിക്കും ഈ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അത് അത്യാവശ്യം നല്ലപോലെ ഒരുങ്ങി നല്ലൊരു അടിപൊളി തട്ടമൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും എന്താണ് പ്രശ്നം? എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ, അറിയാവുന്ന ആളുകൾ ഒരുപാട് വീഡിയോ കാണുന്നുണ്ടാവും, സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, എനിക്കിതിനെപ്പറ്റി അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലൊന്നും ഓവറായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയൊന്നുമല്ല. ശരിക്കും എല്ലാ മതസ്ഥർക്കും അവരുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശ്വാസങ്ങൾ വേണം. അതിൽ ആവശ്യത്തിന് മാത്രം ഒരു വിശ്വാസം നമ്മൾ കൊണ്ടു നടക്കുക, അല്ലാതെ ഒന്നും ഓവർ ആവരുത്. ഇതെല്ലാം അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ ഇത് ശരിക്കും ആപത്ത് തന്നെയാണ്. ഈ മതം എന്ന് പറയുന്ന സംഭവം കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഭ്രാന്തനാക്കും, ഭ്രാന്ത് പിടിപ്പിക്കും. ഓക്കെ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ ഇപ്പോൾ പറഞ്ഞ മുബിത്താത്ത, അതുപോലെ തന്നെ ഇപ്പോൾ ഈ കണ്ട ഉസ്താദ്, ഇവരുടെയൊക്കെ ഈ ഒരു രീതികളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലൂടെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ സുഹൃത്തുക്കളെ, അതുവരെയും ബൈ.